നമസ്കാരം. ശബരിമല യുവതീ പ്രവേശനവുമായി ബന്ധപ്പെട്ട് തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് മുൻ പ്രസിഡന്റും കോന്നി മുൻ എംഎൽഎയുമായ എ പത്മകുമാർ നടത്തിയ ഗുരുതരമായ വെളിപ്പെടുത്തലുകൾ തള്ളി മുൻ മുഖ്യമന്ത്രിയും നിലവിലെ പ്രതിപക്ഷ നേതാവുമായ പിണറായി വിജയൻ. ശബരിമലയിൽ യുവതികൾ പ്രവേശിച്ച ദിവസം തന്നെയും അന്നത്തെ ADGP S ശ്രീജിത്തിനെയും ബോധപൂർവം സന്നിധാനത്തു നിന്നും മാറ്റി നിർത്തിയെന്ന പത്മകുമാറിന്റെ ആരോപണം അടിസ്ഥാനരഹിതമാണെന്ന് പിണറായി വിജയൻ വാർത്താ സമ്മേളനത്തിൽ വ്യക്തമാക്കി. പത്മകുമാറിനെ ആരും ശബരിമലയിൽ നിന്നും മാറ്റി നിർത്തിയിട്ടില്ലെന്നും അദ്ദേഹം പറയുന്ന തരത്തിലുള്ള കാര്യങ്ങളൊന്നും സംഭവിച്ചിട്ടില്ലെന്നും പിണറായി വിജയൻ വിശദീകരിച്ചു. പത്മകുമാറിനെ സന്നിധാനത്ത് നിന്നും മാറ്റി നിർത്തേണ്ട യാതൊരു ആവശ്യവും മുഖ്യമന്ത്രിയുടെ ഓഫീസിനുണ്ടായിരുന്നില്ല എന്നതാണ് വസ്തുത. പത്മകുമാറിന്റെ ആത്മഹത്യയെക്കുറിച്ചുള്ള മാധ്യമപ്രവർത്തകരുടെ ചോദ്യത്തിന് ഈ കാലത്ത് ആത്മകഥ എഴുതുന്നത് ഒരു പുതുമയുള്ള കാര്യമല്ല എന്നും അദ്ദേഹം അത് എഴുതട്ടെയെന്നും അതിലൊന്നും ഒരു തടസ്സവുമില്ല എന്നായിരുന്നു പ്രതിപക്ഷ നേതാവിന്റെ മറുപടി. പാർട്ടി ആലോചിക്കേണ്ട കാര്യങ്ങൾ ആലോചിക്കുമെന്നും എടുക്കേണ്ട തീരുമാനങ്ങൾ എടുക്കുമെന്നും അതിനെയൊന്നും ഇത്തരം കാര്യങ്ങൾ ബാധിക്കില്ല എന്നും പിണറായി വിജയൻ കൂട്ടിച്ചേർത്തു. ശബരിമലയിൽ യുവതികൾ എത്തിയ വിവരം താൻ TV-യിലൂടെയാണ് അറിഞ്ഞതെന്നും അന്നേ ദിവസം ശബരിമലയിലേക്കുള്ള യാത്ര ഒഴിവാക്കി തിരുവനന്തപുരത്തെത്താൻ പാർട്ടിയിലും അന്നത്തെ ഭരണ നേതൃത്വത്തിലും വലിയ സ്വാധീനമുണ്ടായിരുന്ന ഒരു ഉന്നതൻ തന്നോട് ആവശ്യപ്പെടുകയായിരുന്നു എന്നുമാണ് പത്മകുമാർ തന്റെ ഡയറി കുറിപ്പുകളെ ആസ്പദമാക്കി അടുത്ത സുഹൃത്തുക്കളോട് വ്യക്തമാക്കിയത്. എന്നാൽ തിരുവനന്തപുരത്ത് എത്തിയപ്പോൾ ഈ ഉന്നത വ്യക്തിയെ കാണാൻ തനിക്ക് അനുമതി നൽകിയില്ലെന്നും പത്മകുമാർ ആരോപിച്ചിരുന്നു. കൂടാതെ ദേവസ്വം രേഖകളിൽ ചെമ്പ് എന്ന് എഴുതിയത് മറ്റാരോ ആണെന്നും അതിൽ ഒപ്പിടാൻ തന്നെ നിർബന്ധിക്കുകയായിരുന്നുവെന്നും പത്മകുമാർ വെളിപ്പെടുത്തിയിട്ടുണ്ട്. CPM പത്തനംതിട്ട ജില്ലാ കമ്മിറ്റി പത്മകുമാറിനെതിരെ കടുത്ത അച്ചടക്ക നടപടി സ്വീകരിക്കാനിരിക്കെയാണ് പാർട്ടിയെ പ്രതിക്കൂട്ടിലാക്കുന്ന തരത്തിലുള്ള പുതിയ നീക്കങ്ങൾ. വിഷയത്തിൽ പ്രതികരണവുമായി CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദനും രംഗത്തെത്തിയിട്ടുണ്ട്. പത്മകുമാറിനെ ആരും ശബരിമലയിൽ നിന്നും മാറ്റി നിർത്തിയിട്ടില്ലെന്നും ശബരിമല സ്വർണ്ണക്കൊള്ള കേസിൽ പാർട്ടി നടപടി നേരിടുന്ന ഒരാൾക്ക് മറുപടി പറയേണ്ട കാര്യം തനിക്കില്ല എന്നുമായിരുന്നു MV ഗോവിന്ദന്റെ പ്രതികരണം. ഈ വിഷയത്തിൽ കൂടുതൽ വ്യക്തത തേടേണ്ടവർ പത്മകുമാറിനോട് തന്നെ ചോദിക്കണമെന്നും അദ്ദേഹം മാധ്യമങ്ങളോട് പറഞ്ഞു. ശബരിമലയിലെ സ്വർണ്ണക്കൊള്ള കേസുമായി ബന്ധപ്പെട്ട് നവംബർ 20-നാണ് എ പത്മകുമാർ അറസ്റ്റിലാവുന്നത്. കട്ടളപ്പാളി കേസിലായിരുന്നു ആദ്യ അറസ്റ്റ്. തുടർന്ന് ഡിസംബർ 2-ന് ദ്വാരപാലക ശില്പത്തിലെ സ്വർണം കവർന്ന കേസിലും അദ്ദേഹത്തിന്റെ അറസ്റ്റ് രേഖപ്പെടുത്തിയിരുന്നു. ശബരിമലയിൽ നിന്നും സ്വർണം കവരുന്നതിന് ഒന്നാം പ്രതിയായി ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് ഒത്താശ ചെയ്തുവെന്നും കൃത്യവിലോപത്തിലൂടെയും കൂട്ടുനിന്നതിലൂടെയും കൊള്ളയ്ക്ക് വഴിയൊരുക്കിയെന്നുമാണ് അന്വേഷണ സംഘം പത്മകുമാറിനെതിരെ കണ്ടെത്തിയിട്ടുള്ളത്. 3.5 മാസത്തോളം ജയിലിൽ കഴിഞ്ഞ ശേഷം നിലവിൽ ജാമ്യത്തിലിറങ്ങിയ പത്മകുമാർ അടുത്തിടെ പാർട്ടി അംഗത്വം പുതുക്കിയിരുന്നില്ല. പാർട്ടിയെ ഗുരുതര പ്രതിസന്ധിയിലാക്കിയിട്ടും പത്മകുമാറിനെ പുറത്താക്കാത്തതിൽ അണികൾക്കിടയിൽ വലിയ അമർഷം നിലനിന്നിരുന്ന സാഹചര്യത്തിലാണ് നടപടി പ്രഖ്യാപിക്കാൻ CPM സംസ്ഥാന കമ്മിറ്റി പത്തനംതിട്ട ജില്ലാ കമ്മിറ്റിക്ക് നിർദ്ദേശം നൽകിയത്. തനിക്കെതിരെ പാർട്ടി കടുത്ത നടപടിയെടുത്താൽ സ്വർണ്ണക്കൊള്ളയിലടക്കം ചില വൻ വെളിപ്പെടുത്തലുകൾ നടത്തുമെന്നും രജിസ്റ്ററിൽ ചെമ്പ് എന്ന് എഴുതിയത് തന്റെ കൈയക്ഷരമല്ല എന്നതുൾപ്പെടെയുള്ള എല്ലാ കാര്യങ്ങളും ഉൾപ്പെടുത്തി പുസ്തകം എഴുതുമെന്നുമാണ് പത്മകുമാർ ഇപ്പോൾ പാർട്ടിക്ക് മേൽ സമ്മർദ്ദതന്ത്രവുമായി ഭീഷണി മുഴക്കുന്നത്.